ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്, ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കും. എക്സാക്ട്ലി. പക്ഷെ കുഴപ്പം ഉണ്ടാകുമ്പോഴോ അത് ചെയ്തിട്ടാണ് കുഴപ്പമുണ്ടായതെന്ന് പറയും. അതൊരു പ്രശ്നമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ, ഗൈനക്കോളജി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇവിടെ നമ്മളുടെ തന്നെ പീഡിയാട്രിക്സ് അങ്ങനെയാണെങ്കിൽ ആ സെക്ഷനിലോട്ട് നമുക്ക് കുഴപ്പമില്ല. മോഡേണിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മതി ചിലപ്പോൾ എവിടെയും മിസ്കമ്മ്യൂണിക്കേഷൻ വന്നു. ഇതിപ്പോൾ എനിക്ക് വന്ന ആളും പറഞ്ഞത് തിളച്ച വെള്ളം ഒഴിച്ചാൽ എഫക്റ്റ് വരുമോ എന്നാണ്. അപ്പം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, അതിൻ്റെ ആവശ്യം എന്താന്ന്. ഈ എഫക്റ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ എത്രയും കൂടുതൽ ചെയ്യുന്നു അത്രയും എഫക്റ്റ് കിട്ടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ. നമ്മളുടെ ഈ ആയുർവേദ മെഡിസിനിലെ എല്ലാ കാര്യത്തിലും ഒരു ചിന്തയുണ്ട്. എത്രത്തോളം അരിഷ്ടം കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ലേഹ്യം കഴിക്കുന്നോ അത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ചൂടുള്ള ഒഴിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പൊ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഈ എഫക്റ്റ് എന്നുള്ള വേർഡ് നമ്മളുടെ സയൻസിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഈ മനസ്സിലുള്ള ചിന്താഗതി. അപ്പോൾ ഈ ചൂടുവെള്ളത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ആപ്സിസ് ആണെങ്കിൽ നമ്മൾ റെഫർ ചെയ്യാണ് ചെയ്യുക. അല്ലാതെ മസ്റ്റൈറ്റിസ് മാത്രമാണെങ്കിൽ നമുക്ക് ലേപനം ഉണ്ട്, എസ്റ്റീൻ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് തൈലങ്ങളൊക്കെ അപ്ലൈ ചെയ്യും, അത് ശരിയാവാറുണ്ട്, സബ്സൈഡ് ചെയ്യാറുണ്ട്. കൺസർവേറ്റീവ്ലി ഒരു മാനേജ് ഉണ്ട്.